നമസ്കാരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞതോടെ കേരളത്തിലെ 204 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറായി. ഈ സ്ഥാനാർത്ഥികളുടെ വിശദ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അവരുടെ സ്വത്ത്, കേസ്, പണം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ, രാഷ്ട്രീയത്തിലെ സമരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, അവരുടെ ഫുൾ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലെ 3 പ്രധാന മുന്നണികളുടെ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ ഓരോ മണ്ഡലത്തിലെയും 3 സ്ഥാനാർത്ഥികളുടെ വീതം എല്ലാവരുടെയും പശ്ചാത്തലം വിശദീകരിക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച സമ്പത്ത്, കേസ്, മറ്റ് ആസ്തി വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചൊരു ഇൻഫോർമേറ്റീവായ, നമ്മൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന വിവരങ്ങൾ അവരുടെ ഈ വിശദാംശങ്ങളിലുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സമർപ്പിക്കണം. പലരുടെയും അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഏറ്റവും ഒടുവിൽ BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ വിവരങ്ങളെ കോൺഗ്രസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നുണ്ട്. പലയിടത്തും സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിന് തൊട്ട് മുന്നേ വരെ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നടക്കും. നമുക്ക് നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതലുള്ള സമയത്തുള്ള അവരുടെ വിശദാംശങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കിട്ടുക. ആ വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങാം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ UDF, MB ബാലകൃഷ്ണൻ LDF, ML അശ്വിനി NDA എന്നീ സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങളാണ് നമ്മൾ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ UDFൻ്റെ വാർഷിക വരുമാനം 9.9 ലക്ഷം, ഭാര്യയ്ക്ക് 6.93 ലക്ഷം വാർഷിക വരുമാനം, ആസ്തി 16.8 ലക്ഷം, ഭാര്യയ്ക്ക് 1.5 കോടി, നിക്ഷേപം 53.86 ലക്ഷം, ഭാര്യയ്ക്ക് 1.104 കോടി, സ്വർണം ഭാര്യയ്ക്ക് 100 പവൻ, വാഹനം ഇന്നോവ ക്രിസ്റ്റ, ഭാര്യയ്ക്ക് മാരുതി ബലേനോ, വായ്പ ബാധ്യത 3.59 ലക്ഷം, ഭാര്യയ്ക്ക് 3.19 ലക്ഷം, കേസ് 4 കേസ്, വിദ്യാഭ്യാസ യോഗ്യത BA എക്കണോമിക്സ്. ഇനി MV ബാലകൃഷ്ണൻ LDFൻ്റെ സ്ഥാനാർത്ഥി കാസർഗോഡ്, വാർഷിക വരുമാനം 5.3 ലക്ഷം, ഭാര്യയ്ക്ക് 5.35 ലക്ഷം, ആസ്തി 1.77 കോടി, ഭാര്യയ്ക്ക് 23 ലക്ഷം, നിക്ഷേപം 35.37 ലക്ഷം, ഭാര്യയ്ക്ക് 28.45 ലക്ഷം, സ്വർണം 6 ഗ്രാം, ഭാര്യയ്ക്ക് 20 പവൻ. സ്വന്തമായി വാഹനം ഇല്ല, CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള വാഹനം മാത്രം, ലോണില്ല, കേസില്ല, വിദ്യാഭ്യാസ യോഗ്യത TTC. ഇനി BJPയുടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയാണ്. വാർഷിക വരുമാനം സ്ഥാനാർത്ഥിക്ക് അശ്വിനിക്ക് വാർഷിക വരുമാനം ഇല്ല, ഭർത്താവിന് 3 ലക്ഷം രൂപ, ആസ്തി അശ്വിനിക്ക് 38 ലക്ഷം, ഭർത്താവിന് 4 ലക്ഷം, നിക്ഷേപം 44,214 രൂപ, ഭർത്താവിന് 6,518 രൂപ, സ്വർണം 8.25 പവൻ, ഭർത്താവിനും മക്കൾക്കുമായി 10 പവൻ, വാഹനം മാരുതി ഒമ്നി, ഭർത്താവിന് ഓൾട്ടോ, ലോൺ ഉള്ളത് 10.99 ലക്ഷം, കേസില്ല, വിദ്യാഭ്യാസ യോഗ്യത അധ്യാപക ഡിപ്ലോമ. ഇനി കണ്ണൂർ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി K സുധാകരന് 11 ലക്ഷവും ഭാര്യയ്ക്ക് 2.75 ലക്ഷവുമാണ് വാർഷിക വരുമാനം, ആസ്തി 3.6 കോടി, ഭാര്യയ്ക്ക് 2.28 കോടി, ഇൻവെസ്റ്റ്മെൻറ്റ് 2.77 ലക്ഷം, ഭാര്യയ്ക്ക് 22.71 ലക്ഷം, സ്വർണം സ്വന്തമായുള്ളത് 6 പവനുണ്ട്, ഭാര്യയ്ക്ക് 25 പവനുണ്ട്, വാഹനം ഭാര്യയ്ക്ക് ടെറാനോ, ലോൺ 53.29 ലക്ഷം, ഭാര്യയ്ക്ക് 6.03 ലക്ഷം, കേസ് 14 എണ്ണം, വിദ്യാഭ്യാസ യോഗ്യത MA ഹിസ്റ്ററി LLB. ഇനി കണ്ണൂർ മണ്ഡലത്തിലെ MV ജയരാജൻ എന്ന LDF സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളാണ്. MLA പെൻഷൻ വരുമാനമുണ്ട്, ഭാര്യയ്ക്ക് 23.83 ലക്ഷം രൂപ വരുമാനമുണ്ട്, ആസ്തി 44.77 ലക്ഷം, ഭാര്യയ്ക്ക് 34.56 ലക്ഷം, നിക്ഷേപം 2.97 ലക്ഷം, ഭാര്യയ്ക്ക് 62.17 ലക്ഷം, സ്വർണം ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ 40 പവൻ, ഭാര്യയ്ക്ക് സ്വിഫ്റ്റ് വാഹനമുണ്ട്, MV ജയരാജന് വാഹനമില്ല, MV ജയരാജന് ലോണുമില്ല, കേസ് 9 എണ്ണമുണ്ട്, BSc LLB ആണ് വിദ്യാഭ്യാസ യോഗ്യത. C രഘുനാഥിന് 47.21 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുണ്ട്, ആസ്തി 83.66 ലക്ഷം രൂപയുടെ, 76 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 8 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 50 പവനും സ്വന്തമായുണ്ട്, വാഹനം ഡിസയറാണ്, വായ്പ 1.05 കോടി ഉണ്ട്, 2
കേസുണ്ട്. MA ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഇനി വടകരയിലേക്ക് പോയാൽ ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് 8.9 ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ട്. ഭാര്യയ്ക്ക് വാർഷിക വരുമാനം ഇല്ല. 41 ലക്ഷം രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. ഭാര്യയ്ക്ക് ആസ്തിയില്ല. നിക്ഷേപം 27.6 ലക്ഷം രൂപയുടേതുണ്ട്. ഭാര്യയ്ക്ക് 20.7 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ഭാര്യയ്ക്ക്. സ്വർണം ഇല്ല. ഭാര്യയ്ക്ക് 40 പവൻ സ്വർണമുണ്ട്. ഷാഫിയുടെ വാഹനം ഇന്നോവയാണ്. വായ്പ 15 ലക്ഷത്തിൻ്റെതുണ്ട്. 39 കേസുകളുണ്ട്. MBA ബിരുദധാരിയാണ്. KK ശൈലജ ടീച്ചർ വടകരയിലെ വിശദാംശം 1.99 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം. ഭർത്താവിന് വാർഷിക വരുമാനമില്ല. ആസ്തി 35 ലക്ഷം രൂപയുടെ ആസ്തി. ഭർത്താവിന് 70.86 ലക്ഷം രൂപയുടെ ആസ്തി. നിക്ഷേപം 39.07 ലക്ഷം. ഭർത്താവിന് 12.3 ലക്ഷം രൂപ. സ്വർണം 3.5 പവൻ. ഭർത്താവിന് 1 പവൻ. വാഹനം ഇന്നോവയാണ്. ഭർത്താവിനുള്ള വാഹനം സ്വിഫ്റ്റ് ആണ്. വായ്പ 4.35 ലക്ഷം രൂപയുടേത്. ഒരു കേസ്. BSc B.Ed ബിരുദധാരിയാണ്. വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ്. അദ്ദേഹത്തിന് 3.65 ലക്ഷം രൂപയുടെയും ഭാര്യയ്ക്ക് 5.38 ലക്ഷം രൂപയുടെയും വാർഷിക വരുമാനമുണ്ട്. 20 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. ഭാര്യയ്ക്ക് ഇല്ല. നിക്ഷേപം 35.7 ലക്ഷം. ഭാര്യയ്ക്ക് 56.3 ലക്ഷം രൂപയുടേത്. സ്വർണം 10 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് 80 പവൻ. സ്വന്തം പേരിൽ തന്നെ 2 വാഹനമുണ്ട്. ഭാര്യയുടെ പേരിലും 2 വാഹനമുണ്ട്. വായ്പ 10.48 ലക്ഷം രൂപ. ഭാര്യയ്ക്ക് 9.02 ലക്ഷം രൂപയുടേത്. കേസ് 6 എണ്ണം. MA ബിരുദധാരിയാണ്. ഇനി വയനാട്ടിലേക്ക്. രാഹുൽ ഗാന്ധിക്ക് 1.02 കോടി രൂപ വാർഷിക വരുമാനമുണ്ട്. ആസ്തി 9.24 കോടി രൂപയുടേതാണ്. നിക്ഷേപം 16.36 കോടി രൂപയുടേത്. 20.1 പവൻ സ്വന്തമായുണ്ട്. വാഹനമില്ല. വായ്പ 49.79 ലക്ഷം രൂപ. കേസ് 18 എണ്ണം. MPhil ബിരുദധാരിയാണ്. ആനി രാജ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി. ഭർത്താവിന് 4.49 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുണ്ട്. ആസ്തി 71.68 ലക്ഷം രൂപ. നിക്ഷേപം 1.58 ലക്ഷം രൂപയുടെ. അരപ്പവൻ സ്വന്തമായുണ്ട്. വാഹനമില്ല. വായ്പാ ബാധ്യതകളൊന്നുമില്ല. കേസ് 1 ഉണ്ട്. BA ബിരുദധാരിയാണ്. K സുരേന്ദ്രൻ വയനാട്ടിലെ സ്ഥാനാർത്ഥി. 4.2 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം. 99.75 ലക്ഷത്തിൻ്റെ ആസ്തി. 7.1 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. 4 പവൻ സ്വന്തമായുണ്ട്. വാഹനമില്ല. ബാധ്യത 10.53 ലക്ഷം. കേസ് 243 കേസ് K സുരേന്ദ്രൻ്റെ പേരിലുണ്ട്. അത്രയും കേസുണ്ട്. BSc ബിരുദധാരിയാണ്. ഇനി MK രാഘവൻ കോഴിക്കോട്. 12 ലക്ഷം രൂപ വാർഷിക വരുമാനം. ഭാര്യയ്ക്ക് 6.35 ലക്ഷം. ആസ്തിയില്ല. ഭാര്യയ്ക്ക് 20.7 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. നിക്ഷേപം 52 ലക്ഷം. ഭാര്യയ്ക്ക് 37.1 ലക്ഷം. 3 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് 10 പവൻ സ്വന്തമായുണ്ട്. വാഹനം ഇല്ല. ഭാര്യയുടെ പേരിൽ ഡിസയർ വാഹനമുണ്ട്. ബാധ്യത ഭാര്യയ്ക്ക് 1.26 കോടി രൂപയുടെ ബാധ്യത. 4 കേസ്. BA ബിരുദധാരിയാണ്. കോഴിക്കോട്ടെ എളമരം കരീം LDF സ്ഥാനാർത്ഥി. 22.8 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം. ആസ്തിയില്ല. ഭാര്യയ്ക്ക് 9 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. നിക്ഷേപം 23.5 ലക്ഷം. ഭാര്യയ്ക്ക് 28.2 ലക്ഷം. സ്വർണം ഇല്ല. ഭാര്യയ്ക്കുണ്ട് 15 പവൻ. ജീപ്പ് കോമ്പസ് എന്ന വാഹനമാണ് ഓടിക്കുന്നത്, സ്വന്തമായുള്ളത്. 4.5 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് 3 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. 1 കേസുണ്ട്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത. MT രമേശ് BJP. 3.12 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം. ഭാര്യയ്ക്ക് 16.94 ലക്ഷം വാർഷിക വരുമാനം. 14.25 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. MT രമേശിന് 3.12 ലക്ഷത്തിൻ്റെയും ഭാര്യയ്ക്ക് 16.5 ലക്ഷത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സ്വർണം 22 ഗ്രാമാണ്. ഭാര്യയ്ക്ക് 5.5 പവൻ. വാഹനം ഇല്ല. ഭാര്യയുടെ പേരിൽ കാറുണ്ട്. വായ്പ ഇല്ല. കേസില്ല. BA ബിരുദധാരിയാണ്. മലപ്പുറം ET മുഹമ്മദ് ബഷീറിന് 43.35 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 12 പവൻ സ്വന്തമായുണ്ട്. സ്വിഫ്റ്റ് ഇന്നോവ കാറുണ്ട്. വായ്പ ബാധ്യതകളില്ല. SSLC ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഇനി V വസീഫ് മലപ്പുറം. 1.34 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുണ്ട്. ഭാര്യയ്ക്ക് 3 ലക്ഷം വാർഷിക വരുമാനമുണ്ട്. ഭാര്യയ്ക്ക് 74.58 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 22.58
8 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 43 പവൻ സ്വന്തമായുണ്ട്. ആക്റ്റീവ സ്കൂട്ടറാണ് സ്വന്തമായുള്ള വാഹനം. വസീഫിന് ബാധ്യതകളില്ല. കേസ് 7 എം.കോം എം.എഡ് ബിരുദധാരിയാണ്. ഇനി ഡോക്ടർ അബ്ദുൾ സലാം മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി 19.98 ലക്ഷത്തിൻ്റെ വരുമാനമുണ്ട്, വാർഷിക വരുമാനം. ഭാര്യയ്ക്ക് 7.13 ലക്ഷത്തിൻ്റെ വരുമാനമുണ്ട്. 1.9 കോടിയുടെ ആസ്തിയുണ്ട്. ഭാര്യയ്ക്ക് 1.84 കോടിയുടെ ആസ്തിയുണ്ട്. 3.15 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 1.14 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 25 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് ടൊയോട്ട ഹൈ റൈഡർ വണ്ടി സ്വന്തമായുണ്ട്. ബാധ്യത ഇല്ല, കേസില്ല, PhD ബിരുദധാരിയാണ്. ഇനി പൊന്നാനിയിലേക്ക് വന്നാൽ അബ്ദുൾ സമദാനിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. സമദാനിക്ക് 10.5 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്. 1.4 കോടി ആസ്തിയുണ്ട്. ഭാര്യയ്ക്ക് 48.72 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 51,355 രൂപ നിക്ഷേപമുണ്ട്. ഭാര്യമാർക്കും മക്കൾക്കുമായി 11.24 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട് സമദാനിക്ക്. ഭാര്യമാർക്ക് 10 പവൻ വീതം സ്വർണമുണ്ട്. മകൾക്ക് 5 പവൻ. ഭാര്യയ്ക്ക് വോക്സ്വാഗൻ വെൻഡോ വാഹനമുണ്ട്. സമദാനിയുടെ ഭാര്യയ്ക്ക് വോക്സ്വാഗൻ വെൻഡോ വാഹനം സ്വന്തമായുണ്ട്. ബാധ്യതയില്ല, കേസ് 1, PhD LLB ബിരുദധാരിയാണ്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KM സംസയാണ്. അദ്ദേഹത്തിന് 6.97 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്. 2.27 കോടിയുടെ ആസ്തിയുണ്ട്. ഭാര്യയ്ക്ക് 7.5 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. 36.62 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 13.51 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. മക്കൾക്ക് 37.67 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സ്വർണം ഇല്ല. ഭാര്യയ്ക്ക് 35 പവൻ. 2 മക്കൾക്ക് 15 പവൻ. ഭാര്യയ്ക്ക് ഇന്നോവ ക്രിസ്റ്റ വാഹനമുണ്ട്. 90.44 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് 45.46 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. മകൾക്ക് 57.65 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. കേസില്ല, BA എക്കണോമിക്സ് ബിരുദധാരിയാണ്. ഇനി പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യത്തിന് 10.37 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 5.17 കോടിയുടെ ആസ്തി, 1.73 കോടിയുടെ നിക്ഷേപം. മക്കൾക്ക് 16.52 ലക്ഷത്തിൻ്റെ നിക്ഷേപം. 175 പവൻ സ്വന്തമായുണ്ട്. 2 മക്കൾക്കും 10 പവൻ വീതം സ്വന്തമായുണ്ട്. നെക്സോൺ വാഹനമുണ്ട്. 77.26 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. 5 കേസുണ്ട്. MBA LLM ബിരുദധാരിയാണ്. പാലക്കാട്ടേക്ക് പോയാൽ VK ശ്രീകണ്ഠനാണ് UDFിൻ്റെ നിലവിലെ MP സ്ഥാനാർത്ഥി. 4.44 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം. ഭാര്യയ്ക്ക് 7.38 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം. 79 ലക്ഷം രൂപയുടെ ആസ്തി. ഭാര്യയ്ക്ക് 38.25 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 7.45 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട് ശ്രീകണ്ഠന്. ഭാര്യയ്ക്ക് 3.3 ലക്ഷത്തിൻ്റെ നിക്ഷേപവുമുണ്ട്. 1 പവൻ സ്വന്തമായും ഭാര്യയ്ക്ക് 30 പവനും സ്വന്തമായുണ്ട്. കിയ കാരൻസ്, സുസുക്കി ആംബുലൻസ്, ഭാര്യയ്ക്ക് ഇന്നോവ എന്നീ വാഹനങ്ങൾ സ്വന്തമായുണ്ട്. 48.89 ലക്ഷത്തിൻ്റെ ബാധ്യത. ഭാര്യയ്ക്ക് 5.73 ലക്ഷത്തിൻ്റെ ബാധ്യത. 5 കേസ്. BA ഹിസ്റ്ററി ബിരുദധാരിയാണ്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് 4.42 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്. ഭാര്യ മന്ത്രി R ബിന്ദുവിന് 4.95 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്. സ്വന്തം പേരിൽ ആസ്തിയൊന്നുമില്ല. ഭാര്യയ്ക്ക് 80 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 1.92 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 4.24 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് 40 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് ഹോണ്ട സിറ്റി വാഹനമുണ്ട്. മാരുതി റിറ്റ്സും സ്വന്തമായുണ്ട്. ബാധ്യതകളൊന്നുമില്ല. 1 കേസ്. BA LLB ബിരുദധാരിയാണ്. ഇനി C കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി പാലക്കാട്. 1.93 ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ട്. 40 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. ഭാര്യയ്ക്ക് 35 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 19.9 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 37.8 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. 3 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് 40 പവൻ. സ്കൂട്ടർ സ്വന്തമായിട്ടുണ്ട്. ഭാര്യയ്ക്ക് ടൊയോട്ട ഗ്ലാൻസ വാഹനവുമുണ്ട്. 5.64 ലക്ഷത്തിൻ്റെ വായ്പ ബാധ്യതകളുണ്ട്. ഭാര്യയ്ക്ക് 1.2 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. 9 കേസുണ്ട്. BCom ബിരുദധാരിയാണ്. രമ്യ ഹരിദാസിലേക്ക് പോകാം. നമുക്ക് ആലത്തൂരിലെ സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങളിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 4.85 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുണ്ട്. ആസ്തിയില്ല, നിക്ഷേപമില്ല, സ്വർണമില്ല, വാഹനമില്ല. വായ്പ 4.06 ലക്ഷം ആണ്.
കേസില്ല, BA ബിരുദധാരിയാണ്. ആലത്തൂരിലെ K രാധാകൃഷ്ണന്റെ വിശദാംശം 3.57 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 25 ലക്ഷം രൂപയുടെ ആസ്തി, 2.1 ലക്ഷം രൂപയുടെ നിക്ഷേപം, സ്വർണ്ണമില്ല, വാഹനമില്ല, വായ്പാ ബാധ്യത 4.06 ലക്ഷം, കേസില്ല, BA ബിരുദധാരിയാണ്. TN സരസു NDA സ്ഥാനാർത്ഥിയുടെ ആലത്തൂരിലെ 14.95 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 67 ലക്ഷത്തിന്റെ ആസ്തി, ഭർത്താവിന് 82.5 ലക്ഷത്തിന്റെ ആസ്തി. ഇനി ഇൻവെസ്റ്റ്മെന്റ് 69.08 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, ഭർത്താവിന് 2.14 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, 23 പവൻ സ്വർണം സ്വന്തമായുണ്ട്, ഭർത്താവിന് 5 പവനും സ്വന്തമായുണ്ട്. ഹോണ്ട സിറ്റിയാണ് വണ്ടി, 1,25,703 രൂപയുടെ ബാധ്യതയുണ്ട്, കേസില്ല, PhD ബിരുദധാരിയാണ്. ഇനി തൃശ്ശൂരിലേക്ക് പോയാൽ K മുരളീധരന് 24.01 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 43.96 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 2.61 കോടി രൂപയുടെ സ്വന്തമായും ഭാര്യയുടെ പേരിൽ 3.51 കോടി രൂപയുടെയും ആസ്തിയുണ്ട്. 2.06 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 4.25 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 1 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 62 പവൻ സ്വന്തമായുണ്ട്. ഇന്നോവ, ക്രിസ്റ്റ, എർട്ടിക എന്നീ വാഹനങ്ങൾ സ്വന്തമായുണ്ട്. 3.36 ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ട്. 9 കേസുണ്ട്, ബിരുദധാരിയാണ്. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് 4.14 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമുണ്ട്, 6.32 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്, 1.29 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 3.3 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 1 പവൻ സ്വർണം സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 5 ലക്ഷത്തിൻ്റെ സ്വർണം സ്വന്തമായുണ്ട്. സ്വിഫ്റ്റ്, അംബാസിഡർ എന്നീ വാഹനങ്ങളുണ്ട്. 11 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. 2 കേസുണ്ട്, BA LLB ബിരുദധാരിയാണ്. ഇനി സുരേഷ് ഗോപിയുടെ വിവരം 4.39 കോടി രൂപയാണ് വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 4.13 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 8.59 കോടി രൂപയുടെ ആസ്തി സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 1.08 കോടി രൂപയുടെ ആസ്തി, 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 1.18 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സ്വർണം 122.125 ഗ്രാം സ്വർണം, ഭാര്യയ്ക്ക് 131.25 ഗ്രാം സ്വർണം. വാഹനങ്ങൾ കുറേയുണ്ട്, ഔഡി Q7, സഫാരി, കാരവൻ 2 ടൊയോട്ട വെൽഫെയർ XUV, ട്രാക്ടർ, ഭാര്യയ്ക്ക് ഐഷർ കാരവൻ, നിരവധി വാഹനങ്ങളുണ്ട്. 61.46 ലക്ഷം ബാധ്യത, ഭാര്യയ്ക്ക് 67.69 ലക്ഷം ബാധ്യത, 4 കേസ്, ബിരുദാനന്തര ബിരുദധാരിയാണ്. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ്റെ വിശദാംശം 13.01 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, മകൾക്ക് 4.84 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 82.9 ലക്ഷം രൂപയുടെ ആസ്തി, ഭാര്യയ്ക്ക് 91.28 ലക്ഷം രൂപയുടെ ആസ്തി, 39.85 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 28.46 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മകൾക്ക് 38.33 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. 3 പവൻ ബെന്നി ബെഹന്നാൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 30 പവൻ, മകൾക്ക് 31 പവൻ സ്വന്തമായുണ്ട്. ഇന്നോവ, മഹീന്ദ്ര XUV, മകൾക്ക് നിസാൻ മാഗ്നറ്റ് എന്നീ വാഹനങ്ങൾ 3 കുടുംബത്തിലുണ്ട്. 37.85 ലക്ഷം രൂപയുടെ ബാധ്യത, ഭാര്യയ്ക്ക് 39.58 ലക്ഷത്തിൻ്റെ ബാധ്യത, മകൾക്ക് 1.5 ലക്ഷത്തിൻ്റെ ബാധ്യത. 5 കേസുകളുണ്ട്, BCom ബിരുദധാരിയാണ്. ഇനി C രവീന്ദ്രനാഥ് ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയുടെ വിശദാംശം 10.58 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 8.06 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 2.3 കോടി രൂപയുടെ ആസ്തി, ഭാര്യയ്ക്ക് 1.14 കോടി രൂപയുടെ ആസ്തി, 1.28 ലക്ഷം രൂപയുടെ നിക്ഷേപം, ഭാര്യയ്ക്ക് 44.52 ലക്ഷം രൂപയുടെ നിക്ഷേപം, ഭാര്യയ്ക്ക് 20 പവൻ സ്വന്തമായുണ്ട്, വാഹനം സ്വന്തമായി ഇല്ല, വായ്പാ ബാധ്യത 10.1 ലക്ഷം, ഭാര്യയ്ക്ക് 34.72 ലക്ഷം, കേസില്ല, MSc കെമിസ്ട്രി ബിരുദധാരിയാണ്. ഇനി NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ്റെ വിശദാംശമാണ്. അദ്ദേഹം നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലാത്ത ആളാണ്. 12 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്, ഭാര്യയ്ക്ക് 20 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്, 14.34 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, ഭാര്യയ്ക്ക് 3.33 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, മകൾക്ക് 12.74 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, 6 പവൻ
സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 18 പവൻ സ്വന്തമായുണ്ട്, ടൊയോട്ട എറ്റിയോസ് വണ്ടിയുണ്ട്, മക്കൾക്ക് ബൈക്കും സ്കൂട്ടറുമുണ്ട്, വായ്പാ ബാധ്യത ഇല്ല, കേസില്ല, SSLC യോഗ്യതയാണ് ഉള്ളത്. ഇനി എറണാകുളത്ത് ഹൈബീഡിന് 12 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനമാണ്. ഭാര്യയ്ക്ക് 4.54 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 58 ലക്ഷത്തിൻ്റെ ആസ്തി സ്വന്തം, ഭാര്യയ്ക്ക് 1.7 കോടി രൂപയുടെ ആസ്തി, 54.34 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 15 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, മകൾക്ക് 7.6 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, 1 പവൻ സ്വന്തമായിട്ട്, ഭാര്യയ്ക്ക് 16.88 പവൻ, മകൾക്ക് 5 പവൻ, ഇന്നോവ, മാരുതി ജിപ്സി, ബുള്ളറ്റ്, ഭാര്യയ്ക്ക് ക്രൂസ്, സ്കൂട്ടർ എന്നീ വാഹനങ്ങൾ സ്വന്തമായുണ്ട്. 42.9 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, ഭാര്യയ്ക്ക് 1.6 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, 8 കേസുണ്ട്, BCom ബിരുദധാരിയാണ്. KJ ഷൈൻ LDF സ്ഥാനാർത്ഥി എറണാകുളത്ത് 12.29 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭർത്താവിന് 13.34 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 64 ലക്ഷത്തിൻ്റെ ആസ്തി, ഭർത്താവിന് 40 ലക്ഷത്തിൻ്റെ ആസ്തി, 9.41 ലക്ഷത്തിൻ്റെ നിക്ഷേപം, ഭർത്താവിന് 56.53 ലക്ഷത്തിൻ്റെ നിക്ഷേപം, മക്കൾക്ക് 1.97 ലക്ഷത്തിൻ്റെ നിക്ഷേപം, 11 പവൻ സ്വന്തമായുണ്ട്, ഭർത്താവിന് 12 പവൻ, മക്കൾക്ക് 20 പവൻ എന്നിങ്ങനെ സ്വന്തമായിട്ടുണ്ട്. മാരുതി ഡിസയർ സ്വന്തമായുണ്ട്, മകന് ബുള്ളറ്റുണ്ട്. 19.6 ലക്ഷം രൂപയുടെ ബാധ്യത, ഭർത്താവിന് 16.52 ലക്ഷത്തിൻ്റെ ബാധ്യത, മക്കൾക്ക് 7.07 ലക്ഷത്തിൻ്റെ ബാധ്യത, 2 കേസുണ്ട്, TTC MA പൊളിറ്റിക്കൽ സയൻസ് യോഗ്യത. എറണാകുളത്തെ ഡോക്ടർ KS രാധാകൃഷ്ണന് 11.72 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്, 1.15 കോടി രൂപയുടെ ആസ്തിയുണ്ട്, 13.38 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 9.5 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 12 പവൻ സ്വന്തമായുണ്ട്, മാരുതി സിയാസ് വാഹനം സ്വന്തമായുണ്ട്, ബാധ്യത ഇല്ല, 211 കേസുകളുണ്ട്, PhD യോഗ്യതയും ഉണ്ട്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് 12.11 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 5.9 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 1.5 കോടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസാണ് സ്വന്തം പേരിലുള്ള ആസ്തി, 6.36 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, ഭാര്യയ്ക്ക് 54,240 രൂപയുടെ നിക്ഷേപം, 1 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 50 പവൻ സ്വന്തമായുണ്ട്, ഇന്നോവ വാഹനം സ്വന്തമായുണ്ട്, 36.19 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, 70 കേസുണ്ട്, MA LLB ബിരുദധാരിയാണ്. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് 8.21 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 8.92 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 94 ലക്ഷത്തിൻ്റെയും ഭാര്യയ്ക്ക് 24 ലക്ഷത്തിൻ്റെയും ആസ്തി ഉണ്ട്, 9.78 ലക്ഷത്തിൻ്റെ നിക്ഷേപം, ഭാര്യയ്ക്ക് 16.21 ലക്ഷത്തിൻ്റെ നിക്ഷേപം, 7 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 107 പവൻ സ്വന്തമായുണ്ട്, ഇന്നോവ വാഹനമുണ്ട്, വായ്പാ ബാധ്യതകൾ ഇല്ല, 8 കേസുണ്ട്, MSW LLB ബിരുദധാരി. ഇനി ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന് 4.33 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്, ഭർത്താവിന് 4.4 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനമുണ്ട്, 67.63 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, ഭർത്താവിന് 2.33 കോടിയുടെ ആസ്തിയുണ്ട്, 9.9 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, ഭർത്താവിന് 6.42 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്, 90 പവൻ സ്വർണം സ്വന്തമായുണ്ട്, ഭർത്താവിന് 10 പവൻ സ്വർണം സ്വന്തമായുണ്ട്, ഹോണ്ട അമേസ്, ആക്റ്റീവ എന്നീ വാഹനങ്ങളുണ്ട്, 16.92 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്, ഭർത്താവിന് 63.15 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്, 1 കേസുണ്ട്, LLM ബിരുദധാരിയാണ്. ഇനി കോട്ടയത്തേക്ക് തോമസ് ചാഴിക്കാടൻ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 15.59 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 6.18 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 1.84 കോടി രൂപയുടെ ആസ്തി, 49.22 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 28.97 ലക്ഷവും സംയുക്തമായി 27.8 ലക്ഷവും നിക്ഷേപമുണ്ട്, 3 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 59.5 പവൻ സ്വന്തമായുണ്ട്, ഇന്നോവ, ഫോക്സ്വാഗൻ പോളോ എന്നീ വാഹനങ്ങൾ സ്വന്തമായുണ്ട്, ബാധ്യത ഇല്ല, 3 കേസ്, BCom CA യോഗ്യതകളുണ്ട്. ഫ്രാൻസിസ് ജോർജ് UDF 10.1 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 18.31 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 6.88 കോടിയുടെ ആസ്തി, ഭാര്യയ്ക്ക് 1.1
1.14 കോടിയുടെ ആസ്തി, 61.48 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 14.41 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, 1 പവൻ സ്വന്തമായിട്ട്, ഭാര്യയ്ക്ക് 53 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് ബലേനോ സെലേറിയോ വാഹനങ്ങളുണ്ട്, 3 ലക്ഷം രൂപ ബാധ്യത, ഭാര്യയ്ക്ക് 10 ലക്ഷം രൂപയുടെ ബാധ്യത, 5 കേസ്, BA LLB യോഗ്യത. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിക്ക് 93.81 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 11.5 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 41.98 കോടിയുടെ ആസ്തി, ഭാര്യയ്ക്ക് 7.22 കോടിയുടെ ആസ്തി, 4.15 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 2.09 കോടിയുടെ നിക്ഷേപം, 35.8 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 199.8 പവൻ സ്വന്തമായുണ്ട്. ലാൻഡ് റോവർ ഡിഫൻഡർ, ഫോർച്യൂണർ, സ്കോർപിയോ, ബലേനോ, XUV 700 2 സ്കൂട്ടർ 3 ഇങ്ങനെ വാഹനങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 10.98 കോടി രൂപയുടെ ബാധ്യത. തുഷാറിൻ്റെ ഭാര്യയ്ക്ക് 1.29 കോടിയുടെ ബാധ്യത. 3 കേസുകൾ, SSLC യോഗ്യത. മാരിഫിന് 12 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, ഭാര്യയ്ക്ക് 61 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, 27.81 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 30.22 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 21 പവനുണ്ട്, ജീപ്പ് കോമ്പസ്, ഭാര്യയ്ക്ക് ഹോണ്ട ജാസ് ആക്റ്റീവ എന്നീ വാഹനങ്ങളാണ് ഉള്ളത്, 11.67 ലക്ഷം രൂപയുടെ ബാധ്യത, ഭാര്യയ്ക്ക് 41.49 ലക്ഷത്തിൻ്റെ ബാധ്യത, 3 കേസ്, BSc LLB യോഗ്യത. KC വേണുഗോപാലിന് 26 ലക്ഷത്തിൻ്റെ ആസ്തി, ഭാര്യയ്ക്ക് 2.13 കോടി രൂപയുടെ ആസ്തി, 1 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 25 പവൻ സ്വന്തമായുണ്ട്, ഇന്നോവ എത്തിയോസ്, ഭാര്യയ്ക്ക് ഹോണ്ട അമേസ് എന്നീ വാഹനങ്ങൾ ഉണ്ട്, ഭാര്യയ്ക്ക് 2.72 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്, 2 കേസുണ്ട്, MSc യോഗ്യത. ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി ആലപ്പുഴ, 5.17 ലക്ഷം രൂപ വാർഷിക വരുമാനം, 6.61 ലക്ഷത്തിൻ്റെ ആസ്തി, ഭർത്താവിന് 7.3 ലക്ഷത്തിൻ്റെ ആസ്തി, 6.51 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 8 പവൻ, ഭർത്താവിന് 2.5 പവൻ, ഇന്നോവ, ഭർത്താവിന് സ്വിഫ്റ്റ് എന്നീ വാഹനങ്ങളുണ്ട്, 26.33 ലക്ഷത്തിൻ്റെ ബാധ്യത, 1 കേസ്, BA ഹിന്ദി യോഗ്യത. ഇനി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് 23 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, 4.84 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 19.88 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, 1 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് 23 പവൻ സ്വന്തമായുണ്ട്, ഇന്നോവ, ഫോർഡ് ഫിഗോ, ഭാര്യയ്ക്ക് സ്കൂട്ടർ എന്നീ വാഹനങ്ങൾ സ്വന്തമായുണ്ട്, 8.8 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, 6 കേസുണ്ട്, LLB യോഗ്യത. CA അരുൺകുമാർ മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥിക്ക് 12.27 ലക്ഷത്തിൻ്റെ ആസ്തി, ഭാര്യയ്ക്ക് 11.5 ലക്ഷത്തിൻ്റെ ആസ്തി, 3.5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാര്യയ്ക്ക് 8 പവൻ സ്വന്തമായുണ്ട്, ഭാര്യയ്ക്ക് മാരുതി സ്വിഫ്റ്റ് ഉണ്ട്, 11.49 ലക്ഷം രൂപയുടെ ബാധ്യത, ഭാര്യയ്ക്ക് 10 ലക്ഷത്തിൻ്റെ ബാധ്യത, 2 കേസ്, LLB MSW യോഗ്യത. ബൈജു കലാശാല NDA സ്ഥാനാർത്ഥി മാവേലിക്കര, അദ്ദേഹത്തിന് ആസ്തി ഇല്ല, 17,550 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് 5 പവനുണ്ട്, ഭാര്യയ്ക്ക് സ്കൂട്ടറുണ്ട്, ബാധ്യതയില്ല, 7 കേസ്, SSLC യോഗ്യത. പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണി UDF സ്ഥാനാർത്ഥിയുടെ വാർഷിക വരുമാനം 9.49 ലക്ഷം രൂപയാണ്, ഭാര്യയ്ക്ക് 4.78 ലക്ഷം രൂപയാണ്, ആസ്തി 14.2 ലക്ഷം രൂപ, ഭാര്യയ്ക്ക് 75.7 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, നിക്ഷേപം 26.08 ലക്ഷം രൂപയുടേത്, ഭാര്യയ്ക്ക് 7.7 ലക്ഷം രൂപയുടെ ആസ്തി, സ്വർണ്ണമില്ല, ഇന്നോവ, ഹുണ്ടായി ക്രെറ്റ എന്നീ വാഹനങ്ങളാണ്, ബാധ്യത 54.78 ലക്ഷം, ഭാര്യയ്ക്ക് 64.49 ലക്ഷം, 5 കേസ്, BA ബിരുദധാരിയാണ്. TM തോമസ് ഐസക്കിൻ്റെ വാർഷിക വരുമാനം 4.87 ലക്ഷം, 20,000 പുസ്തകങ്ങൾ സ്വന്തമായിട്ട്, മൂല്യം 9.6 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി, 3.67 ലക്ഷം രൂപയുടെ നിക്ഷേപം, സ്വർണ്ണമില്ല, വാഹനമില്ല, വായ്പയില്ല, 7 കേസുണ്ട്, PhD യോഗ്യത. അനിൽ ആൻ്റണി 13.01 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ആസ്തിയില്ല, 1 കോടിയുടെ നിക്ഷേപമുണ്ട്, സ്വർണ്ണമില്ല, ഹോണ്ട സിറ്റി വാഹനമുണ്ട്, വായ്പയില്ല, 1 കേസുണ്ട്, MS മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് യോഗ്യത. NK പ്രേമേന്ദ്രൻ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിക്ക് 8.6 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 16.3 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, 2.39 കോടിയുടെ ആസ്തി, 5.1 ലക്ഷം രൂപയുടെ നിക്ഷേപം, ഭാര്യയ്ക്ക് 52.5 ലക്ഷത്തിൻ്റെ നിക്ഷേപം, സംയുക്തമായിട്ട് 6.7 ലക്ഷത്തിൻ്റെ നിക്ഷേപം, 1 പവൻ സ്വന്തമായിട്ട്, ഭാര്യയ്ക്ക് 50 പവനുണ്ട്, ഡിസയർ വാഹനമുണ്ട്, ഭാര്യയ്ക്ക് ഇന്നോവ, സാൻഡ്രോ എന്നീ വാഹനങ്ങളുണ്ട്, 3 ലക്ഷം രൂപയുടെ
ബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് 10 ലക്ഷം രൂപ, കൂട്ടായി 25 ലക്ഷം രൂപയുടെ കടമുണ്ട്. 5 കേസുണ്ട്. BSc LLB യോഗ്യതയുണ്ട്. കൊല്ലത്ത് M മുകേഷിൻ്റെ വരുമാനം 1.14 കോടിയാണ്. 4.49 കോടിയുടെ ആസ്തി, 10.48 കോടിയുടെ നിക്ഷേപം, 5 പവൻ, വാഹനം BMW X മഹീന്ദ്ര XUV, വായ്പ ബാധ്യതകളില്ല. 1 കേസ്, BSc ബോട്ടണി ബിരുദധാരിയാണ്. G കൃഷ്ണകുമാർ കൊല്ലം NDA 10.46 ലക്ഷം, ഭാര്യയ്ക്ക് 2.1 ലക്ഷം, മക്കൾക്ക് 1.03 കോടി, 1.6 കോടിയുടെ ആസ്തിയുണ്ട്. 14.54 ലക്ഷം നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 72.23 ലക്ഷം, മക്കൾക്ക് 3.91 കോടിയുടെ നിക്ഷേപമുണ്ട്. സ്വർണം 6.5 പവൻ, ഭാര്യയ്ക്ക് 60 പവൻ, 360 ഗ്രാം വജ്രം, മക്കൾക്ക് 30 പവൻ. ഇന്നോവ, ഹ്യുണ്ടായി i10 എന്നീ വാഹനങ്ങളുണ്ട്. 14.68 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് 13.79 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. 1 കേസുണ്ട്. BO എക്കണോമിക്സ് ബിരുദധാരിയാണ്. ഇനി ആറ്റിങ്ങൽ അടൂർ പ്രകാശ് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 19.62 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 6.82 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 4.09 കോടിയുടെ ആസ്തി, ഭാര്യയ്ക്ക് 1.58 കോടി രൂപയുടെ ആസ്തി, 6.28 കോടിയുടെ നിക്ഷേപം, ഭാര്യയ്ക്ക് 1.37 കോടിയുടെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 118 പവൻ സ്വർണം സ്വന്തമായുണ്ട്. ഇന്നോവ, ബലേനോ, നിസാൻ കിക്സ്, ഭാര്യയ്ക്ക് ഇന്നോവ എന്നീ വാഹനങ്ങൾ കുടുംബത്തിലുണ്ട്. 65.98 ലക്ഷം ബാധ്യത, ഭാര്യയ്ക്ക് 2.36 കോടിയുടെ ബാധ്യത, 14 കേസുണ്ട്. BA LLB ബിരുദധാരിയാണ്. V ജോയ് LDF 13,800 രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 9.52 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, 22.5 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 24.37 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 36.17 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. 1 പവൻ സ്വന്തമായുണ്ട്. ഭാര്യയ്ക്ക് 15 പവൻ സ്വന്തമായുണ്ട്. കാറ്, സ്കൂട്ടർ എന്നീ വാഹനങ്ങളാണ് ഉള്ള 2 7.17 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. 1 കേസുണ്ട്. LLB ബിരുദധാരിയാണ്. ഇനി കേന്ദ്രമന്ത്രി V മുരളീധരൻ 12.42 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 12.71 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 41.5 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്. 10.44 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 20 ലക്ഷത്തിൻ്റെ നിക്ഷേപമുണ്ട്. 6 ഗ്രാം സ്വന്തമായിട്ട്, ഭാര്യയ്ക്ക് 20.5 പവൻ സ്വന്തമായിട്ട്. മാരുതി സിയാസ്, ഭാര്യയ്ക്ക് ഗ്രാൻഡ് വിറ്റാര എന്നീ 2 വാഹനങ്ങളുണ്ട് കുടുംബത്തിൽ. 83,437 രൂപ, ഭാര്യയ്ക്ക് 10 ലക്ഷം രൂപ എന്നിങ്ങനെ ബാധ്യതയുണ്ട്. 5 കേസുകളുണ്ട്. BA ഇംഗ്ലീഷ് ബിരുദധാരിയാണ്. ഇനി ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വാർഷിക വരുമാനം 43.25 കോടിയാണ്. 6.75 കോടിയുടെ ആസ്തിയുണ്ട്. 49.31 കോടിയുടെ നിക്ഷേപമുണ്ട്. 66.75 പവൻ സ്വന്തമായുണ്ട്. മാരുതി സിയാസ്, മാരുതി XL6 എന്നീ വാഹനങ്ങളുണ്ട്. വായ്പയില്ല. 13 കേസുണ്ട്. MA PhD യോഗ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ NDA കേന്ദ്രമന്ത്രി 5.59 ലക്ഷത്തിൻ്റെ വാർഷിക വരുമാനം, ഭാര്യയ്ക്ക് 1.32 കോടി രൂപ വാർഷിക വരുമാനം, 14.4 കോടിയുടെ ആസ്തി, 20.92 ലക്ഷം ബാങ്ക് നിക്ഷേപം, മറ്റ് നിക്ഷേപം 111.96 കോടി രൂപ, ഭാര്യയുടെ നിക്ഷേപം 8 കോടി. 46.3 പവൻ സ്വർണ്ണമുണ്ട്. 3.04 കോടിയുടെ രത്നങ്ങളുണ്ട്. 1942 മോഡൽ റെഡ് ഇന്ത്യൻ സ്കോട്ട് വാഹനമുണ്ട്. 19.41 കോടിയുടെ ബാധ്യതയുണ്ട്. 1 കേസുണ്ട്. BTech ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സ്. 1 കേസ് കളമശ്ശേരിയിലെ വിദ്വേഷ പ്രചരണത്തിൻ്റെ 1 കേസ്. പന്നിൻ രവീന്ദ്രൻ LDFിൻ്റെ MP പെൻഷനാണ് വരുമാനം. 11 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. 62,729 രൂപയുടെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 6 പവൻ, വാഹനമില്ല, ബാധ്യതയില്ല, 2 കേസുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമാണ് യോഗ്യത. ഇങ്ങനെയാണ് നമ്മുടെ 20 മണ്ഡലങ്ങളിലെ 3 സ്ഥാനാർത്ഥികളുടെ NDA, LDF, UDF 2060 സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ. നന്ദി, നമസ്കാരം.